രക്ഷപ്പെടണ്ടേ? നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ചോദ്യം കേട്ടിട്ടുണ്ടോ? അതൊരു പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ നിന്നാവാം, റിലേറ്റീവ്സിൻ്റെ നിന്നാവാം, ചിലപ്പോൾ ഒരു സ്ട്രേഞ്ചറിൻ്റെ നിന്ന് വരെ ആവാം. ഞാനിന്ന് കേട്ടു, അതുകൊണ്ടാണ് എനിക്ക് പറയുന്നത്. നിങ്ങൾ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ടാവും. ഒരു പക്ഷേ ഈ കോഴ്സ് പഠിച്ചാൽ രക്ഷപ്പെടാം, ഐ മീൻ CA പഠിച്ച് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഏവിയേഷൻ പഠിച്ച് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഗൾഫ് പോയാൽ രക്ഷപ്പെടാം. പക്ഷേ ഈ രക്ഷപ്പെടാം എന്നുള്ളതിനെ കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. കുറേ പൈസ വരുന്നതാണോ, അതോ ഫെയിം, കുറേ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നതാണോ, എന്താണ് ഈ സംഭവം എനിക്കറിയില്ല. ഇതൊരു ജേണിയാണ്. ഐ മീൻ ഈ ജേണി നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എത്താൻ പോകുന്ന ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വലിയൊരു ഫിലിം ഫെസ്റ്റിവലിൽ പോയി. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ അറിയുന്ന ഒരാളുണ്ട്. അയാളൊരു ഫിലിം ഡയറക്ടറാണ്, ഒരു നാഷണൽ അവാർഡ് വിന്നറാണ്. അയാൾ ആ പരിപാടിക്ക് വന്നപ്പോൾ അയാളൊരു സൈഡിലേക്ക് മാറി ഒറ്റയ്ക്കിരിക്കുന്ന ഞാൻ കണ്ട്. ഒറ്റയ്ക്കിരുന്ന് പരിപാടി കാണും. മേ ബി അയാളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാകും, അപ്പോൾ വരാത്തായിട്ടായിരിക്കാം. പക്ഷേ എനിക്കപ്പോൾ സ്ട്രൈക്കായ ഒരു കാര്യം ഇതാണ്, ഒരു നാഷണൽ അവാർഡ് വിന്നർ അയാൾ പോലും ഒറ്റയ്ക്ക് എന്നുള്ള പോലത്തെ ഒരു തോട്ടിൻ്റെ ഉള്ളിൽ കയറി. അപ്പോഴെനിക്ക് കുറച്ചും കൂടി മനസ്സിലാകുന്നത്, അതായത് നിങ്ങളിപ്പോൾ എന്ത് വലിയ സക്സസ്സിലെത്തിയെന്ന് വെച്ചോ, എന്തൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്തൊക്കെ നേടിയെന്ന് വെച്ചോ, ആ സക്സസ് കാണാൻ നിങ്ങളുടെ കൂടെ ആരും ഇല്ലെങ്കിൽ ആ സക്സസ്സിന് വാല്യൂ ഉണ്ടോ? ഹാപ്പിനെസ് ഈസ് ഓൺലി റിയൽ വെൻ ഇറ്റ് ഷെയർഡ്. ഇൻ ടു ദ ഓയിൽ എന്ന് പറഞ്ഞ മൂവിത്തെ കോട്ടാണിത്. ആൻഡ് ഈ ആൾക്കാർ രക്ഷപ്പെടാൻ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് ഞാൻ വല്ല കുഴിയിലും പെട്ടെടുക്കുകയാണോ. അങ്ങനെ നിങ്ങൾ പെട്ട് കിടക്കുകയാണെന്ന് മനസ്സിലായി നിങ്ങളെ രക്ഷിക്കാനായിട്ട് കുറേ പേര് വരും. അത് നിങ്ങളെ വലിയ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ അങ്ങനെ ചാടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഇതാണ് പറയുന്നത്, ഞാൻ നിങ്ങൾ ആ ജേണി എൻജോയ് ചെയ്യുക. നിങ്ങൾ എന്തിന് ട്രൈ ചെയ്യുന്നവരായിക്കോട്ടെ, ആ ജേണി എൻജോയ് ചെയ്യുക. അല്ലാതെ പക്ഷേ എന്നോ എവിടെയോ കിടക്കുന്നൊരു സക്സസ്സിന് വേണ്ടി ഇന്ന് നിങ്ങൾ വേസ്റ്റ് ആക്കിയിട്ട് ഒരു കാര്യമില്ല. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.